പ്രവാസലോകത്തെ വാർത്തകൾ. UAEയുടെ ദേശീയ പേയ്മെന്റ് സംവിധാനമായ ജയ്വാൻ കാർഡുകളുടെ ഔദ്യോഗിക വിതരണം ആരംഭിച്ചു. രാജ്യത്തെ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ലൈസൻസുള്ള എക്സ്ചേഞ്ച് കമ്പനികൾ എന്നിവ വഴി ഘട്ടം ഘട്ടമായാണ് കാർഡുകൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. ജയ്വാൻ കാർഡുകൾ രാജ്യത്തുടനീളമുള്ള ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ലൈസൻസുള്ള എക്സ്ചേഞ്ച് കമ്പനികളും വഴി ഉപയോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി. UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും സെൻട്രൽ ബാങ്ക് ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വരും മാസങ്ങളിൽ കൂടുതൽ സ്ഥാപനങ്ങൾ വഴി ഘട്ടം ഘട്ടമായി കാർഡുകൾ പൂർണ്ണ തോതിൽ വിപണിയിലെത്തിക്കാനാണ് സാമ്പത്തിക മന്ത്രാലയത്തിന്റെ തീരുമാനം. രാജ്യത്തിന്റെ പേയ്മെന്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമവും സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജയ്വാൻ കാർഡുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ദേശീയ സാമ്പത്തിക മുൻഗണനകളുമായി പൊരുത്തപ്പെടുന്ന ഈ പേയ്മെന്റ് സംവിധാനം UAEയുടെ ഡിജിറ്റൽ പരിവർത്തന യാത്രയിലെ ഒരു നിർണായക നാഴികക്കല്ലായാണ് വിലയിരുത്തപ്പെടുന്നത്. കടകളിലെ പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകൾ, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, ATMകൾ, ഡിജിറ്റൽ വാലറ്റുകൾ എന്നിവയിലെല്ലാം കാർഡുകൾ സ്വീകരിക്കും. കോൺടാക്ട്ലെസ് പേയ്മെന്റ്, ഓൺലൈൻ പർച്ചേസുകൾ, പണം പിൻവലിക്കലുകൾ എന്നിവ വളരെ സുരക്ഷിതമായി കാർഡ് വഴി നടത്താം. പ്രാദേശിക പേയ്മെന്റുകൾക്ക് പുറമെ നിശ്ചിത മാനദണ്ഡങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായി വിദേശ രാജ്യങ്ങളിലും ഈ കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഒമാനിൽ അനുമതിയില്ലാതെ ഫോട്ടോകളും വീഡിയോകളും പങ്കുവച്ചാൽ കടുത്ത ശിക്ഷ. ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. അനുമതിയില്ലാതെ മറ്റുള്ളവരുടെ ചിത്രങ്ങളും വീഡിയോകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കുന്നവർ കുടുങ്ങും. ഇത്തരം പ്രവൃത്തി ചെയ്താൽ 3 വർഷം വരെ തടവും 5000 റിയാൽ വരെ പിഴയും ലഭിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ മറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയോ പ്രചരിപ്പിക്കുന്ന ഉള്ളടക്കം പൂർണ്ണമായും ശരിയാണെങ്കിൽ പോലും അത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണെങ്കിൽ ശിക്ഷാർഹമായിരിക്കും. നിയമപരമായ അനുമതിയില്ലാതെ മറ്റുള്ളവരുടെ ചിത്രങ്ങൾ, വീഡിയോകൾ, ശബ്ദരേഖകൾ, വ്യക്തിഗത വിവരങ്ങൾ എന്നിവ പകർത്തുക, റെക്കോർഡ് ചെയ്യുക, സൂക്ഷിക്കുക, കൈമാറ്റം ചെയ്യുക തുടങ്ങിയ പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കണമെന്നും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തികൾ രാജ്യത്തെ സൈബർ ക്രൈം നിയമപ്രകാരം ക്രിമിനൽ പ്രോസിക്യൂഷന് കാരണമാകുമെന്നും പോസ്റ്റ് പങ്കുവയ്ക്കുന്നതിന് മുൻപ് തന്നെ നിയമപരമായ ഉത്തരവാദിത്വം ആരംഭിക്കുന്നുണ്ടെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദി വിസ നിയമങ്ങളിൽ വൻ ഇളവ്. വീട്ടുജോലിക്കാർക്ക് 3 മാസത്തേക്ക് മാത്രമായും റെസിഡൻസി പെർമിറ്റ് പുതുക്കാം. സൗദി അറേബ്യയിൽ വീട്ടുജോലിക്കാരുടെ റെസിഡൻസി പെർമിറ്റ് പുതുക്കുന്നതിലും അനുവദിക്കുന്നതിലും വൻ ഇളവുകളുമായി സർക്കാർ. ഇനി മുതൽ കുറഞ്ഞത് 3 മാസത്തേക്ക് മാത്രമായും റെസിഡൻസി പെർമിറ്റ് പുതുക്കാൻ തൊഴിലുടമകൾക്ക് സാധിക്കും. ഇഖാമ ഫീസുകൾ ഒരുമിച്ചടയ്ക്കുന്നതിലെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുകയാണ് ലക്ഷ്യം. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട്സ്, മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം, ദേശീയ റിക്രൂട്ട്മെന്റ് പ്ലാറ്റ്ഫോമായ മുസാനിദ് എന്നിവയുമായി സഹകരിച്ചാണ് ഈ പുതിയ ഡിജിറ്റൽ സേവനം ആരംഭിച്ചിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ അബ്ഷീർ വഴിയാണ് ഈ സേവനം പൂർണ്ണമായും ലഭ്യമാകുന്നത്. ഇതോടെ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഉള്ള ദീർഘകാല ഇഖാമ ഫീസുകൾ ഒരുമിച്ചടയ്ക്കേണ്ട ബാധ്യതയിൽ നിന്ന് തൊഴിലുടമകൾക്ക് മോചനം ലഭിക്കും. തിരഞ്ഞെടുക്കുന്ന നിശ്ചിത കാലയളവിലേക്കുള്ള ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.